പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. ഫോസിന്റെ മോട്ടിവേഷണൽ ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾ എപ്പോഴെങ്കിലും ലഹരി നുകർന്നിട്ടുണ്ടോ? ഇല്ലെന്നായിരിക്കാം മിക്കവാറും പ്രതികരണം. തീർച്ചയായും അതിൽ ഓരോരുത്തരും അഭിമാനിക്കുകയും ചെയ്യുന്നുണ്ടാകാം. അതാണ് ഉത്തരമെങ്കിൽ അവരെക്കുറിച്ച് എനിക്ക് സഹതാപം തോന്നുന്നു. കാരണം ഞാൻ ചോദിച്ചത് ലഹരി നുകർന്നിട്ടുണ്ടോ എന്നാണ്, അല്ലാതെ MDMA, കഞ്ചാവ് പോലുള്ള ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചിട്ടുണ്ടോ എന്നല്ല. ലഹരി എന്ന വാക്കുകൊണ്ട് ഞാനിവിടെ അർത്ഥമാക്കുന്നത് ഒരു കാര്യം ചെയ്യുന്നത് വഴി നമുക്ക് ലഭിക്കുന്ന സന്തോഷം അഥവാ ഉന്മാദം എന്നതാണ്. ഏതൊരു വ്യക്തിക്കും ഉന്മാദം അഥവാ സന്തോഷം, സംതൃപ്തിയൊക്കെ ഉണ്ടാവുക ആവശ്യമാണ്. ചിലർ അതിനായി കഞ്ചാവും MDMAയും മദ്യവും പുകവലിയും തുടങ്ങിയ കുറുക്കു വഴികൾ തേടുന്നു. ദൃശ്യ ശ്രാവ്യ മാധ്യമങ്ങളിലൂടെയൊക്കെ നമ്മിൽ ഭൂരിഭാഗം ആളുകൾക്കും ലഹരി ലഭിക്കുന്നുണ്ട്. നല്ല സംഗീതം കേൾക്കുമ്പോഴോ കായിക മത്സരങ്ങളോ സിനിമയോ മറ്റു കാണുമ്പോഴോ ഒക്കെ ലഹരി അഥവാ സന്തോഷം ലഭിക്കുന്നത് അതുകൊണ്ടാണ്. ചിലപ്പോൾ എന്തെങ്കിലും പ്രവൃത്തി ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് അത് ചെയ്യുന്നത് വഴി മറ്റുള്ളവരുടെ അംഗീകാരവും പ്രശംസയും പ്രോത്സാഹനവും ലഭിക്കുമ്പോൾ ലഹരി ഉണ്ടാകും. അതുകൊണ്ടാണല്ലോ പല സ്റ്റേജ് ഷോയിലും കായിക വിനോദങ്ങളിലുമൊക്കെ കാണികളുടെ പ്രതികരണം നന്നാവുകയും പ്രോത്സാഹിപ്പിക്കപ്പെടുകയും ചെയ്യുമ്പോൾ അവരെ ആവേശഭരിതരാക്കുകയും അതുവഴി കൂടുതൽ മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കാൻ അവരെ സഹായിക്കുകയും ചെയ്യുന്നത്. എന്നാൽ അപൂർവം ചിലർക്കാകട്ടെ തങ്ങൾ ചെയ്യുന്നത് ആരും കാണുകയും അറിയുകയും അംഗീകരിക്കുകയും ചെയ്യണമെന്ന് യാതൊരു ആഗ്രഹവും നിർബന്ധവും ഉണ്ടാകണമെന്നില്ല. എങ്കിലും അവർക്ക് സന്തോഷം നൽകുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കും. ചില കവികളൊക്കെ അങ്ങനെയാണ്. ഒരുപക്ഷെ അവർ എഴുതിയ മനോഹരമായ കവിതകൾ അവരുടെ മരണശേഷം മാത്രമായിരിക്കും പുറം ലോകം കാണുകയും അറിയുകയും ചെയ്യുന്നത്. ലഹരി ആവശ്യമില്ലാത്ത ആരും തന്നെയില്ല. അത് എങ്ങനെ ലഭിക്കുന്നു എന്നതാണ് പ്രധാനം. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ ഏതു തന്നെയായാലും ഭാരപ്പെട്ട് ചെയ്യാനും ലഹരി നുകർന്ന് അതിൽ സംതൃപ്തി അനുഭവിച്ചുകൊണ്ട് ചെയ്യാൻ നമുക്ക് സാധ്യമാണ്. ഒരു വീട്ടമ്മ കുടുംബാംഗങ്ങൾക്കായി ഭക്ഷണം തയ്യാറാക്കുന്നതിൽ ചിലപ്പോൾ വളരെയധികം ലഹരി ഉണ്ടാകാം. എന്നാൽ എല്ലായ്പ്പോഴും അതേ ലഹരിയോടുകൂടി ചെയ്യാൻ കഴിഞ്ഞില്ല എന്നും വരാം. ഏതെങ്കിലും തരത്തിൽ മനോവിഷമം ഉണ്ടാകുമ്പോഴോ സുഖമില്ലാതാകുമ്പോഴോ ഒക്കെ ഒട്ടും താല്പര്യമില്ലാതെ ഏറെ ഭാരപ്പെട്ടാക്കാം അത് ചെയ്യുന്നുണ്ടാവുക. അങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ ലഹരിക്ക് പകരം ഒരുതരം സമ്മർദ്ദമാകും മനസ്സിലുണ്ടാവുക. അങ്ങനെയാണെങ്കിൽ തീർച്ചയായും അത് ഭക്ഷണത്തിന്റെ രുചിയിൽ പ്രതിഫലിച്ചേക്കാം. ഏതാണ്ട് 2 മാസത്തെ വേനൽ അവധിക്ക് ശേഷം ഇന്ന് വീണ്ടും പഠനം ആരംഭിക്കുകയാണല്ലോ. വിദ്യാലയങ്ങളും അതുമായി ബന്ധപ്പെട്ട മറ്റ് സ്ഥലങ്ങളും വളരെയധികം ആക്റ്റീവ് ആവുകയാണ്. ഏകദേശം 5 ലക്ഷത്തിലധികം കുരുന്നുകൾ പുത്തൻ ഉടുപ്പും ചെരുപ്പും ധരിച്ച് കുഞ്ഞളം കൈയിൽ കുട്ടി ബാഗുമായി ആദ്യമായി വിദ്യാലയങ്ങളുടെ വാതായനം കടന്നു വരുന്ന അപൂർവ ദിവസമാണല്ലോ ഇന്ന്. അവരിൽ പലർക്കും കൗതുകവും ആകാംക്ഷയും പുതിയ കൂട്ടുകാരെ കിട്ടുന്നതിലുള്ള സന്തോഷവുമൊക്കെ ആകാം. മറ്റു ചിലർക്കാകട്ടെ ഭയവും ഉത്കണ്ഠയും രക്ഷിതാക്കളെ കാണാൻ കഴിയാത്തതിനാലുള്ള സങ്കടവും കരച്ചിലുമൊക്കെ ആകാം. വിദ്യാർത്ഥി സമൂഹത്തിന് പഠനവും അധ്യാപക സമൂഹത്തിന് പഠിപ്പിക്കലുമാകണം ഏറ്റവും ആത്യന്തികമായ ലഹരി. പഠിച്ച് അറിവ് നേടുക, അതുവഴിയായിട്ട് ഭാവി ജീവിതത്തെ സുരക്ഷിതമാക്കുക എന്നുള്ള ലക്ഷ്യങ്ങളാണല്ലോ വിദ്യാർത്ഥികൾക്ക് ഉള്ളത്, അല്ലെങ്കിൽ ഉണ്ടാകേണ്ടത്. മറ്റ് ചിലർക്കാകട്ടെ പഠനം ഭാരപ്പെട്ട ഒന്നാണ്. അതുകൊണ്ട് തന്നെ പുസ്തകം കാണുന്നതേ വളരെ അരോചകമാണ്. കാരണം പഠിക്കുന്നതിൽ ഒരു ലഹരിയും അവർക്ക് ലഭിക്കുന്നില്ല എന്നതാണ്. പഠനത്തെ ലഹരിയോടും ഉന്മാദത്തോടും സന്തോഷത്തോടും ആവേശത്തോടും കൂടി ചെയ്യാൻ കഴിയും. അങ്ങനെയൊരു ലഹരിയോട് കൂടി പഠിക്കുമ്പോൾ പഠനം വളരെ അനായാസകരവും ആവേശഭരിതവുമായ ഒന്നായിത്തീരും. വീണ്ടും വീണ്ടും പഠിക്കണം, അറിവ് നേടണം എന്നുള്ള ആഗ്രഹം ഉണ്ടാകും. അവധി ദിവസങ്ങളെക്കുറിച്ച് സന്തോഷിക്കുന്നതിനേക്കാൾ കൂടുതലായി ഒരു നല്ല പഠന ദിവസം നഷ്ടപ്പെട്ടല്ലോ, തങ്ങളെ പഠിപ്പിക്കുന്ന അധ്യാപകരെയും കൂട്ടുകാരെയും മിസ് ചെയ്യുന്നു എന്നൊക്കെയുള്ള സങ്കടമായിരിക്കും ഇങ്ങനെയുള്ള കുട്ടികൾക്ക് ഉണ്ടാവുക അഥവാ ഉണ്ടാകേണ്ടത്. അതേസമയം പഠനത്തെ വളരെ ഭാരപ്പെട്ട, ശരിക്കും അനിവാര്യമായ ഒരു തിന്മയായി കാണുന്ന വിദ്യാർത്ഥികൾക്ക് പഠിക്കുന്നത് മനസ്സിലാക്കാനോ അവ ഓർമ്മയിൽ നിർത്താനോ പരീക്ഷയിൽ അത് എഴുതി ഉന്നത വിജയം വരിക്കാനോ സാധിക്കാതെ വന്നേക്കാം. അങ്ങനെയായാൽ പഠിക്കാൻ നിർബന്ധിക്കുന്ന മാതാപിതാക്കളെയും പഠിപ്പിക്കുന്ന അധ്യാപകരെയും ശത്രു സ്ഥാനത്തായിരിക്കും അവർ കാണാൻ ശ്രമിക്കുക. അത് പഠനത്തോടും വിദ്യാലയത്തോടും പുസ്തകങ്ങളോടും മറ്റ് പഠന സാമഗ്രികളോടും ഒക്കെ ഒരു ശത്രുതാ മനോഭാവമായിരിക്കും വളർത്തിയുണ്ടാക്കുക. മറിച്ച് പഠനത്തെ ഒരു ആഘോഷമാക്കി, ഒരു എന്റർടൈൻമെന്റ് ആക്കി, ഉന്മാദത്തോടും ലഹരിയോടും കൂടി പഠനത്തെ മനസ്സിലാക്കുകയും അംഗീകരിക്കുകയും അതിനെ സമീപിക്കുകയും ചെയ്യാൻ ശ്രമിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അതുമായി ബന്ധപ്പെട്ട വ്യക്തികളെയും സാമഗ്രികളെയും പരീക്ഷകളെയും സ്നേഹിക്കാനും തൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായി അവയെ പരിഗണിക്കാനും അവർക്ക് സാധിക്കും. അങ്ങനെയുള്ളവർക്ക് ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത് മനസ്സിലാക്കാൻ എളുപ്പമാകും. മനസ്സിലാക്കിയ കാര്യങ്ങൾ ഓർത്തിരിക്കാനും പരീക്ഷ അവസരങ്ങളിലും മറ്റും അത് പ്രകടമാക്കാനും എളുപ്പമാകും. ഏതൊരു വിദ്യാർത്ഥിയുടെയും
പഠന കാലഘട്ടത്തിൽ ഉണ്ടാക്കേണ്ട ശരിയായ മനോഭാവം പഠനത്തെ ഒരു ലഹരിയായി കാണുക എന്നതാണ്. അധ്യാപകരോട് പറയാനുള്ളത്, പഠിപ്പിക്കലിനെ ശമ്പളം ലഭിക്കുന്ന ഒരു മാർഗമായി മാത്രം കാണാതിരിക്കുക. മറിച്ച് നിങ്ങൾ ഏർപ്പെട്ടിരിക്കുന്ന ഈ ജോലി ഒരു തലമുറയെ മുഴുവൻ നല്ല രീതിയിൽ വാർത്തെടുക്കാനുള്ളതായതിനാൽ അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ആ ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന സമൂഹം എന്ന നിലയിൽ അതിനെ ഒരു ലഹരിയായി കാണാൻ ശ്രമിക്കുക. നിങ്ങളെ ഫലമേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന വിദ്യാർത്ഥികളെ നിങ്ങൾ സ്നേഹിക്കുകയും നിങ്ങളുടെ തന്നെ മക്കളെന്ന ചിന്തയോടെ അവരെ സ്വീകരിക്കുകയും ചെയ്യുക. പഠിപ്പിക്കൽ ഒരു ലഹരിയാകുമ്പോൾ നിങ്ങൾ പഠിപ്പിക്കുന്നത് മനസ്സിലാക്കാൻ വിദ്യാർത്ഥികൾക്ക് എളുപ്പത്തിൽ സാധിക്കും. അതിൽ നിന്ന് അവർക്കും ലഹരി ലഭിക്കും. അത് വിദ്യാർത്ഥി സമൂഹത്തിൻ്റെയും രക്ഷാകർതൃ സമൂഹത്തിൻ്റെയും എന്നല്ല, മനുഷ്യരാശിയുടെ മുഴുവൻ ജീവിതത്തെ നല്ല രീതിയിൽ സ്വാധീനിക്കാൻ നിമിത്തമാകും. പഠിപ്പിക്കുന്നത് ഭാരപ്പെട്ട ഒരു ജോലിയായി നിങ്ങൾ കാണുമ്പോൾ തീർച്ചയായും അത് നിങ്ങളെ മാത്രമല്ല, നിങ്ങളുടെ മുൻപിലിരിക്കുന്ന കുട്ടികളെയും വളരെ നെഗറ്റീവായി സ്വാധീനിക്കും എന്നത് തീർച്ചയാണ്. ആ യാഥാർത്ഥ്യം ഉള്ളിൽ എപ്പോഴും വെച്ചുകൊണ്ട് വേണം ഓരോ ദിവസവും നിങ്ങൾ ക്ലാസ് മുറികളിലേക്ക് കടന്നു ചെല്ലാൻ. അതുകൊണ്ട് പഠനം വിദ്യാർത്ഥികൾക്ക് ലഹരിയാകട്ടെ. മറ്റ് ലഹരികളെല്ലാം ഉപേക്ഷിക്കാനായിട്ട് നിങ്ങൾ ഉറച്ച തീരുമാനമെടുക്കുക. പഠനത്തെ നിങ്ങൾ ലഹരിയായി തീർക്കുകയാണെങ്കിൽ, പഠനത്തെ നിങ്ങൾക്ക് ലഹരിയായി മാറിയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ ചതിക്കുഴികളിൽ പെട്ടുപോകരുത്. നിങ്ങളെ ചതിയിൽ വീഴ്ത്തുവാൻ വേണ്ടി ചുറ്റും നിരവധി പേർ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. ഒരിക്കലും അങ്ങനെയുള്ള ചതിക്കുഴികൾ വീഴാതിരിക്കാനായിട്ട് പഠനത്തെ നിങ്ങൾ ലഹരിയാക്കി മാറ്റുവിൻ. പഠിപ്പിക്കൽ അധ്യാപകർക്കും ഒരു വലിയ ലഹരിയായി മാറട്ടെ. മറ്റ് എന്തിനേക്കാളും ഒരു നോബൽ ജോബ് എന്ന് പറയുന്നത് പഠിപ്പിക്കലാണ്. അതുകൊണ്ട് തന്നെ പല വിദേശ രാജ്യങ്ങളിലും ഏറ്റവും ശമ്പളം നൽകുന്നത് അധ്യാപകർക്കാണ്. നിർഭാഗ്യവശാൽ നമ്മുടെ രാജ്യത്ത് അതല്ല സ്ഥിതി എന്ന് എനിക്കും നിങ്ങൾക്കും നന്നായിട്ട് അറിയാം. എങ്കിലും പഠിപ്പിക്കലിനെ ലഹരിയോടുകൂടി കാണാനായിട്ട്, ആ രീതിയിൽ അതിനെ സമീപിക്കാനായിട്ട്, നിങ്ങളുടെ കർത്തവ്യം നല്ല രീതിയിൽ നിറവേറ്റുവാനായിട്ട് നിങ്ങൾക്ക് സാധ്യമാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. എല്ലാ വിദ്യാർത്ഥികൾക്കും ഒപ്പം അധ്യാപകർക്കും ഒരു നല്ല അധ്യയന വർഷം ആശംസിക്കുന്നു. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. എന്നെ ശ്രവിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദി.